ഹലോ. അപ്പോൾ ഇതുവരെ ഞാൻ പ്രതികരിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലോ എൻ്റെ ഇതുവരെയുള്ള ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് ഇപ്പോൾ ഫോൺ തുറന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പ്രതികരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കും പറയണമെന്ന് തോന്നി. നെവിൻ്റെ വളരെ മോശമായിട്ടുള്ള പ്രകടനം അനുമോളുടെ അടുത്ത് മാത്രമല്ല, ഷാനവാസിന്റെ അടുത്ത് കാണിച്ചതും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അവന്റെ ആക്ച്വലി നെവിൻ്റെ കോമഡി, നെവിൻ്റെ അതിൻ്റെ അകത്തുള്ള ഗെയിമിങ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അവന്റെ എന്റർടൈൻമെന്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലൊരു എന്റർടൈനർ ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ. പക്ഷെ ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള പ്രകടനമാണ്. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. ഇന്നലെയൊക്കെ മിനിഞ്ഞാന്ന് കാണിച്ച കാര്യങ്ങൾ ഒരിക്കലും ഒരു ഹ്യൂമൻ ബീയിനോട് മറ്റൊരു ഹ്യൂമൻ കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. അതായത് ഇത്രയും ദിവസം നമ്മളൊരു വീട്ടിൽ നിൽക്കുകയല്ലേ, വേറെ പുറത്ത് യാതൊരു ബന്ധവും ഇല്ല, പുറമേ ഉള്ള ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ അവിടെ ഉള്ള അത്രയും പേരുമായിട്ട് മാത്രമേ ഉള്ളൂ ബന്ധം. പുറത്തൊന്നും പോകാൻ പോലും പറ്റില്ല. അതിന്റെ അകത്ത് മാത്രം ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള മെന്റൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും എന്ന് കരുതി ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. സ്ത്രീകളോട് മാത്രമല്ല, ഒരു മനുഷ്യനോടും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അഖിൽമാരാര് പറഞ്ഞ പോലെ ഈ ഒരു കാര്യത്തിൽ അനുമോള് ജയിക്കുകയാണെങ്കിൽ വളരെയധികം ഹാപ്പി ആയിരിക്കും. ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമൊന്നും ഞാൻ നോക്കാറില്ല. പൊതുവെ എല്ലാ മനുഷ്യർക്കും വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും വേദനിക്കും. അത് നമുക്ക് മാനസികമായിട്ടാണെങ്കിൽ ശാരീരികമായിട്ടാണെങ്കിൽ നമ്മളെ അത് തളർത്തും. അതിപ്പോ ആണ് പെണ്ണ് എന്നൊന്നുമില്ല. ആണുങ്ങൾ അത് പുറമേ കാണിക്കുന്നില്ല, സ്ത്രീകൾ പെട്ടെന്ന് അത് കാണിക്കുന്നു. പുറമേ കാണിക്കുന്ന ഒരുപാട് ബോയ്സ് ഉണ്ട്, നമുക്ക് ആണുങ്ങളുണ്ട്. പുറമേ ഒരുപാട് പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരുപാട് പേരുണ്ട്. അതൊന്നും നമ്മുടെ ഈ സൊസൈറ്റി കാണുന്നില്ല. അപ്പൊ അഖിൽമാരവര് പറഞ്ഞ പോലെ ഇതിന്റെ പേരിൽ അനുമോള് ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം.